നമ്മൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് തൊടുന്നുണ്ടോ? ഈ ചോദ്യം നിങ്ങൾ മുമ്പ് കേട്ടിരിക്കാം. അല്ലെങ്കിൽ ആക്ച്വലി നിങ്ങളൊന്നിലും തൊടുന്നില്ല എന്നുള്ള കാര്യം പല ഫിസിക്സ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കേട്ടത് നിങ്ങൾക്കറിയാമായിരിക്കും. അത്യാവശ്യം ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന, അതിനെക്കുറിച്ച് വായിക്കുന്നവരൊക്കെ തന്നെ പൊതുവെ സാധാരണക്കാരെ കബളിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു ക്ലീഷേ ആയിട്ടുള്ള പോയിൻ്റായിട്ടാണ് പലരും ഈ ഒരു വിഷയത്തെ കാണുന്നത്. അതായത് നമ്മുടെ രണ്ട് കൈകൾ പരസ്പരം തൊടുമ്പോൾ അത് ആക്ച്വലി സ്പർശിക്കുന്നുണ്ടോ? ഇവയ്ക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് വസ്തുക്കൾ പരസ്പരം തൊടുമ്പോൾ ഒന്ന് മറ്റൊന്നതിനെ ഓവർലാപ്പ് ചെയ്ത് പോകാത്തത് എന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് പൊതുവേ ധാരണയിലുള്ള നമ്മുടെ ഉത്തരങ്ങളെന്ന് പറയുന്നത് പലതാണ്. രണ്ട് സോളിഡായിട്ടുള്ള വസ്തുക്കളിൽ ഒരുപാട് മാറ്റർ ഉണ്ട്, അപ്പോൾ ഈ മാറ്ററുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യില്ല, ഒന്ന് മറ്റൊന്നിനെ തടയും എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കേൾക്കാറുണ്ട്. ബട്ട് ഞാനൊരു സത്യം പറയട്ടെ, ഒരു വസ്തു അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മളൊരു കസേരയിലേക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം കസേരയിലൂടെ കടന്നു പോകാതെ അത് ടച്ച് ചെയ്ത് എന്നാൽ പരസ്പരം മിക്സ് ആകാതെ ഇരിക്കുന്ന ആ റൂളിൻ്റെ പിന്നിലുള്ള സയൻസിനെ തപ്പി നമ്മൾ പോവുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ബ്ലാക്ക് ഹോളിനെക്കുറിച്ചും പ്രശസ്തനായ ഒരു ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ച ഒരു നിയമത്തെക്കുറിച്ചും എല്ലാം സഞ്ചരിച്ച് വളരെ വലിയ ഒരു കോസ്മിക് ജേണിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. സോ പോയിന്റ് നമ്പർ 1, എന്താണ് ആ നിയമം? ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവ പരസ്പരം ടച്ച് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള റീസണ് കാരണമാകുന്ന റൂൾ എന്താണ്? 2, ഇതെങ്ങനെയാണ് ഒരു കോസ്മിക് ലെവലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? പണ്ട് 10ാം ക്ലാസ് വരെയും +2 വരെയൊക്കെ സയൻസ് പഠിച്ച പലർക്കും വ്യക്തമായിട്ട് മനസ്സിലാകാത്ത, എന്നാൽ കെമിസ്ട്രിയിൽ പഠിക്കേണ്ടതായിട്ട് വന്നിട്ട് ഒരുവിധം കാണാപ്പാടമൊക്കെ പഠിച്ചു വെച്ച ഒന്നായിരുന്നു അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. പക്ഷേ ഈ അറ്റോമിക് തിയറിയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ സത്യത്തിൽ പഠിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിറ്റിയും ഒക്കെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒന്നുമായിട്ടും തൊടുന്നില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ കൈ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പുറമേക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, ഫിസിക്സിന് വിശദീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സ്കെയിലിൽ നമ്മുടെ കൈ എന്താണ്, എങ്ങനെയാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ കൈ ഒന്ന് സൂം ചെയ്ത് നോക്കണം. നമ്മുടെ തൊലിക്കും താഴെ കോശങ്ങൾക്കകത്തേക്ക് പോയി തന്മാത്രകളിലേക്കും ആറ്റങ്ങളിലേക്കും പോയിട്ട് അതിനുശേഷം ആറ്റത്തിനുള്ളിലെ ഘടകങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഈ ആറ്റങ്ങളെന്ന് പറയുന്ന സത്യത്തിൽ നമുക്ക് തന്നെ നാണക്കേട് തോന്നുന്ന രീതിയിൽ ഭൂരിഭാഗവും ഒന്നുമില്ലാത്ത വെറും ഒരു ശൂന്യതയാണ് എന്ന് പറയാം. ഇതൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരാറ്റത്തെ നമ്മളിങ്ങനെ വലുതാക്കി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രധാനമായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിന് ചുറ്റുന്ന കുറേ ഇലക്ട്രോണുകൾ ഉണ്ടാവും. അതായത് നമ്മൾ ഈ ആറ്റത്തിൻ്റെ സെൻറ്ററിലുള്ള ന്യൂക്ലിയസ് ഭയങ്കര വലുതൊന്നുമല്ല. അതിനെ ഒരു ഫുട്ബോളായിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഒരു ആറ്റം. ആ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്തിരിക്കുന്ന ഫുട്ബോളാണ് നമ്മൾ ഈ പറയുന്ന ന്യൂക്ലിയസ്. ഇലക്ട്രോണുകൾ എന്ന് പറയുന്നതോ ആ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് ചുറ്റും കാണാനായിട്ട് ഗാലറിയിൽ ഇരിക്കുന്ന ആളുകളെ പോലെയുള്ള അത്രയും ദൂരെ നിന്നുകൊണ്ടാണ് ആറ്റത്തെ ചുറ്റുന്നത്. അതായത് ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ ചെറിയ സ്ഥലത്ത് മാത്രമേ ഈ പറയുന്ന ന്യൂക്ലിയസും അതിനുള്ളിലെ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ തന്നെ ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. അതായത് ഒരാറ്റത്തിൻ്റെ 99% സ്ഥലവും ശൂന്യതയാണ്. 99 എന്ന് പറയാൻ പറ്റില്ല, 99.999%. അതായത് നമ്മളൊരു സാധനം എടുക്കുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മൊബൈൽ ഫോണിനെ നമ്മൾ ഇതിൻ്റെ ആറ്റത്തിനകത്തുള്ള ശൂന്യ സ്ഥലങ്ങളെ മൊത്തം മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് പദാർത്ഥം എന്ന് പറയുന്നത് ഒരു അരിമണിയുടെ വലിപ്പത്തിൽ മാത്രമുള്ള അത്രയും ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയർന്നു വരും. നമ്മുടെ കൈകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ടും ശൂന്യത കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേശയും നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ശൂന്യതയുള്ള സ്ഥലങ്ങളാൽ നിറയപ്പെട്ട ആറ്റങ്ങൾ കൊണ്ടാണെങ്കിൽ നമ്മുടെ ഒരു കൈ നമ്മൾ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അത് എന്തുകൊണ്ട് മേശയിലൂടെ തുളച്ച് കടന്നു പോകുന്നില്ല? കൂടുതലും ശൂന്യതയുള്ള രണ്ട് സ്ഥലങ്ങൾക്ക് പരസ്പരം ഓവർലാപ്പ് ചെയ്യാൻ പറ്റണമല്ലോ. ഉദാഹരണത്തിന് മഞ്ഞുപാളികൾ എടുത്താൽ അല്ലെങ്കിൽ മഴമേഘങ്ങൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യും. അത് നമുക്ക് വിസിബിളി കാണാം, അതിൻ്റെ ഉള്ളിൽ കുറേ സ്ഥലം എംപ്റ്റി സ്പേസ് ആണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ സോളിഡ് എന്ന് പറയുന്ന, എന്നാൽ ഫിസിക്സിൻ്റെ തലത്തിൽ നിന്നും നോക്കിയാൽ ശൂന്യമെന്ന് തോന്നുന്ന ഇവ ഓവർലാപ്പ് ചെയ്യുന്നില്ല? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇലക്ട്രോണുകളെക്കുറിച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ച പാഠപുസ്തകങ്ങളിൽ കണ്ട, നമ്മൾ കേട്ട് വന്ന പഴയ ചിത്രം നമ്മുടെ ഓർമ്മയിൽ നിന്ന്, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് എടുത്ത് കളയണം. ആറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ സൗരയൂഥം പോലെയാണ് എന്നാണ് നമ്മൾ 1ാം ക്ലാസ് തൊട്ടേ കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ആറ്റങ്ങളെക്കുറിച്ച് ഏത് ക്ലാസ് തൊട്ടാണോ പഠിക്കുന്നത് ആ ക്ലാസ് മുതൽ നമ്മൾ പറയുന്നത് സോളാർ സിസ്റ്റം മോഡൽ എന്നാണ്. സോളാർ സിസ്റ്റത്തിൻ്റെ നടുക്ക് സൂര്യനുണ്ട്, ചുറ്റും ഗ്രഹങ്ങളുണ്ട്. സൂര്യനെ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ഒരു ആറ്റത്തിൻ്റെ മധ്യഭാഗത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും കൃത്യമായിട്ടുള്ള പാതയിൽ ഇലക്ട്രോണുകൾ കറങ്ങുന്നു എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ഇതൊരു 3 ഡയമെൻഷൻ ലെവലിലെടുത്ത് ചിന്തിക്കുക എന്നാണ് പറയുന്നത്. ബട്ട് ആക്ച്വലി ആധുനിക ഭൗതിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ റൂളുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആറ്റങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റ കാണിക്കുന്നത് ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന പ്രധാനമായിട്ടും ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഒരു സ്പെസിഫിക് പാതയിലൊന്നും അല്ല നിൽക്കുന്ന,
പകരം ഇലക്ട്രോണുകളുടെ ആറ്റത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ക്ലൗഡ് പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് പ്രോബബിലിറ്റി ക്ലൗഡ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണപ്പെടാൻ സാധ്യതയുള്ള കുറേ ഏരിയ ഉണ്ടാവും. അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇലക്ട്രോൺ ഉണ്ടാവുക. ആ ഏരിയയ്ക്ക് പുറത്തുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ചില സ്ഥലത്ത് കൂടുതലായിട്ടും കാണപ്പെടും, ചില സ്ഥലത്ത് കുറവായിട്ട് കാണപ്പെടും. ഉദാഹരണത്തിന്, തൻ്റെ ഗ്രാമം വിട്ട് പുറത്തു പോകാത്തൊരു വ്യക്തി, അയാൾക്ക് വീടുണ്ട്, ഒരു കടയുണ്ട്, അയാൾ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കാറുണ്ട്, ബാക്കി സ്ഥലങ്ങളിൽ വല്ലപ്പോഴും പോകാറുണ്ട്. അയാളുടെ പ്രോബബിലിറ്റി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയാളെ കാണപ്പെടാൻ സാധ്യതയുള്ള ഒരു റീജിയൻ എന്ന് പറയുന്നത് വീടായിരിക്കും, രണ്ടാമത് കടയായിരിക്കും, പിന്നെ കുഞ്ഞിനെ കൊണ്ടാക്കുന്നതായിരിക്കും. ബട്ട് ബാക്കി സ്ഥലങ്ങളിലോ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും പുള്ളിക്കാരനെ കാണാം, പക്ഷേ അത്ര ഫ്രീക്വൻ്റ് ആയിരിക്കില്ല. ഇതാണ് അദ്ദേഹത്തെ കണ്ടെത്താനുള്ള പ്രോബബിലിറ്റി. ഇതുപോലെ തന്നെ ആറ്റത്തിന് ചുറ്റുപാടുമുള്ള പ്രോബബിലിറ്റി ക്ലൗഡിൽ ചില സ്ഥലങ്ങളിൽ ആറ്റത്തെ കൂടുതലായിട്ടും കാണാം, ചില സ്ഥലങ്ങളിൽ കുറച്ച് കാണാം. അങ്ങനെ ആ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സ്പേസിനുള്ളിൽ എവിടെയെങ്കിലുമാണ് നമുക്ക് 3 ഡയമെൻഷനായിട്ട് വ്യക്തമല്ലാത്തൊരു പ്രദേശത്ത് ആറ്റത്തെ കണ്ടെത്താൻ കഴിയുക. നമ്മളൊരു സ്പെസിഫിക് ടൈമിൽ എവിടെയെങ്കിലും ചെന്ന് കയറിയാൽ അവിടെ ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. സോ ശാസ്ത്രജ്ഞർ ഈ പ്രദേശത്തെയാണ് ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഗ്രഹങ്ങളുടെ ഓർബിറ്റ് എന്നതിനേക്കാൾ ക്ലൗഡ് അല്ലെങ്കിൽ മേഘം എന്ന് പറയുന്ന ഒരു ഇമാജിനേഷനാണ് ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത്. ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോൺ ക്ലൗഡ്സിന് അവയുടെ ഇഷ്ടത്തിന് എവിടെയും നിൽക്കാൻ കഴിയില്ല. അവ എങ്ങനെ ക്രമീകരിക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്ന വളരെ കർശനമായിട്ടുള്ള റൂൾസ് ഉണ്ട്. വൂൾഫ് ഗാങ് പോളി എന്ന് പറയുന്ന ഒരു ഫിസിസിസ്റ്റാണ് ഈ നിയമം കണ്ടുപിടിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഈ നിയമം അദ്ദേഹത്തിന് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത ഒരു അറിയപ്പെടുന്ന കണ്ടുപിടുത്തമാണ്. ഇത് എത്രത്തോളം സ്ട്രെയിഞ്ച് ആണെന്ന് വെച്ചാൽ, ഇന്നും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്ക് പോലും നേച്ചറിൽ എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റൂൾ ഉള്ളത് എന്ന് പൂർണ്ണമായിട്ട് സിമ്പിളായിട്ട് പഠിക്കാനോ വിശദീകരിക്കാനോ സാധിച്ചിട്ടില്ല. റൂളുണ്ട്, നേച്ചർ അത് ഒബേ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്കറിയാവൂ. റൂൾ സ്ട്രിക്റ്റാണ്. ഈ ഒരു റൂളിൻ്റെ പേരാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, ഒരേ സിസ്റ്റത്തിലുള്ള ഒരേ ആറ്റത്തിനകത്തോ അല്ലെങ്കിൽ ഒരേ വസ്തുവിനകത്തോ ഉള്ള 2 ഇലക്ട്രോണുകൾക്ക് അറ്റ് ദ സെയിം ടൈം ഒരേ സമയം ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ക്വാണ്ടം സ്റ്റേറ്റിൽ നിലനിൽക്കാൻ പറ്റില്ല. വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളുള്ള ഒരു ഹോട്ടലിനെ സങ്കല്പിക്കുക. ഒരു മുറിയിൽ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ കഴിയൂ എന്ന് വിചാരിക്കുക. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല, സ്ട്രിക്റ്റാണ്. മുറി ഷെയർ ചെയ്യാനായിട്ട് ആ ഹോട്ടൽ ഓണേഴ്സ് ആരെയും അനുവദിക്കില്ല. അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഓരോ സീറ്റിലും സ്പെസിഫിക് ആയിട്ട് ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ. ഒരാളുടെ സീറ്റിലേക്ക് മറ്റൊരാൾക്ക് ഒരിക്കലും അവിടെ ആളുണ്ടെങ്കിൽ എത്ര വലിയ അത്യാവശ്യമാണെങ്കിലും ചാടി കയറാൻ കഴിയില്ല. നേച്ചറിലും ഇതുപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ മതി. ഒരു സിസ്റ്റത്തിലാണ്, മൊത്തത്തിലല്ല, ഒരു ആറ്റത്തിൽ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ പറയുന്നത്. സോ ഒരേ ക്വാണ്ടം നേച്ചറുള്ള ഈ സീറ്റുകളിലേക്ക് ഇലക്ട്രോണുകൾക്ക് ഒരുമിച്ച് ഇടിച്ചു കയറാൻ കഴിയില്ല. സോ ഓരോ ഇലക്ട്രോണുകളും ആ സിസ്റ്റത്തിൽ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഈ ഒരൊറ്റ നിയമം അല്ലെങ്കിൽ ഈ ഒരു വിലക്കാണ് പദാർത്ഥങ്ങൾ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ മാറ്റർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ കൃത്യമായിട്ട് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് മേശപ്പുറത്തിരിക്കുന്ന നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരികെ വരാം. കാരണം നമ്മുടെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ കൈ നമ്മൾ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ ഇത്രയും എം ടി സ്പേസ് ഉണ്ടെങ്കിലും മേശയിലൂടെ നമ്മുടെ കൈ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വിരൽ മേശയുടെ പ്രതലത്തിലേക്ക് അടുക്കുമ്പോൾ അവിടെ ഒരു സോളിഡായിട്ടുള്ള വസ്തു മറ്റൊരു സോളിഡായിട്ടുള്ള വസ്തുവിലേക്ക് അല്ല അടുക്കുന്നത്, മറിച്ച് നമ്മുടെ വിരലിൻ്റെ തുമ്പിലെ ആറ്റങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ഇലക്ട്രോൺ ക്ലൗഡ്സിനെ, മേഘങ്ങളെ മേശയിലെ ആറ്റങ്ങൾക്ക് ചുറ്റുമുള്ള ഇലക്ട്രോൺ മേഘങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ അടുപ്പിക്കുകയാണ്. മേശയിലേക്ക് അടുപ്പിക്കുകയാണ്. 2 കൈയാണെങ്കിൽ 2 കൈകൾ, വിരലുകൾ നമ്മൾ അടുപ്പിക്കുകയാണ്. ഇതിങ്ങനെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പരസ്പരം ഓവർലാപ്പ് ചെയ്യാൻ, അതായത് ഒന്ന് മറ്റൊന്നിൻ്റെ ഇടയിലേക്ക് കടന്നു കയറാനായിട്ട് ശ്രമിക്കും. ഈ ഓവർലാപ്പ് നടക്കുന്ന സ്ഥലത്താണ് യഥാർത്ഥ ഡിഫൻസ് ഉണ്ടാകുന്നത്. അതായത് ഏതാണ്ട് ഒരേ സമയം 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കും. നമുക്കറിയാം, ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ്. നമ്മുടെ ശരീരത്തിലും ആറ്റങ്ങളുണ്ട്, ഓപ്പോസിറ്റ് സർഫസിലും ആറ്റങ്ങളുണ്ട്. ആ ആറ്റത്തിന് ഇലക്ട്രോണുകളുണ്ട്. 2 ഇലക്ട്രോണുകൾ പരസ്പരം അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവയുടെ ക്ലൗഡുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റിപ്പൾഷൻ ഉണ്ടാവും. നെഗറ്റീവ് ചാർജും തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സിലുള്ള ഫോഴ്സിൻ്റെ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. രണ്ടാമത്തേത്, അതായത് ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതായത് ഈ ഓവർലാപ്പ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ ഒരേ ക്വാണ്ടം സ്റ്റേറ്റിലേക്ക് വരാൻ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സമ്മതിക്കില്ല. 2 വാതക മേഘങ്ങൾ പരസ്പരം കലരുന്നത് പോലെ ഈ ഇലക്ട്രോണുകൾ അവരുടെ സ്ഥലം പങ്കിടാനായിട്ട് തയ്യാറല്ല. ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കൂടി കൊണ്ടാണ് ഒരു വസ്തുവിനെ തൊടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സാധാരണ ബലം അല്ലെങ്കിൽ നോർമൽ ഒരു ഡിഫെൻസീവ് ഫോഴ്സ് വരുന്നത്.
നമ്മുടെ വിരലിനെയും മറ്റെല്ലാ വസ്തുക്കളെയും കട്ടിയുള്ള പ്രതലങ്ങളിലൂടെ കടന്നു പോകാതെ താഴേക്ക് തടഞ്ഞു നിർത്തുന്നത് ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വളരെ ജനപ്രിയമായിട്ടുള്ള സയൻസ് മാഗസിൻസിലൊക്കെ ഇത്തരം കാര്യങ്ങളെ വല്ലാതെ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ പറയുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇതിനകത്തുള്ള ഒരു വിഷയത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യാം. സാധാരണ ഇലക്ട്രോ മാഗ്നറ്റിക് റിപ്പൾഷനും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനും എത്രത്തോളമാണ് ഈ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് അടുത്ത് പോകുമ്പോൾ കടത്തിവിടാതിരിക്കാൻ പങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾക്കിടയിൽ ഇപ്പോഴും ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന ചോദ്യത്തിന് യോജിപ്പില്ല. ഒരു വസ്തുവിലൂടെ മറ്റൊരു വസ്തുവിനെ കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ പ്രവർത്തിക്കുന്നത് ഏത് ഫോഴ്സാണ് അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടിയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റിപ്പൾഷൻ ആണോ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണോ എന്ന ചോദ്യത്തിൽ സയൻറ്റിസ്റ്റുകൾക്കിടയിൽ ഇപ്പോഴും വളരെയധികം ആശയക്കുഴപ്പങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രലായിട്ടുള്ള ആറ്റങ്ങൾക്കിടയിൽ സാധാരണ ഇലക്ട്രിക് റിപ്പൾഷൻ വളരെ ദുർബലമാണ് എന്ന് ഫിസിസിസ്റ്റുകൾ ടെസ്റ്റുകളിലൂടെ കാണിക്കാറുണ്ട്. കാരണം ദൂരെ നിന്ന് നോക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ പരസ്പരം ക്യാൻസലായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സോളിഡായിട്ടുള്ള വസ്തുക്കളെ സോളിഡായി നിലനിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. എന്നാൽ മറ്റ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒരു ഫോഴ്സ് ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു ഇലക്ട്രോണിനെ കടന്നു വരാതിരിക്കാൻ ഒരു റിപ്പൾസീവ് ഫോഴ്സ് പോലെ പ്രവർത്തിക്കാൻ ഈ റൂളിന് കഴിയുമോ എന്ന ചർച്ചയും ഫിസിക്സിലുണ്ട്. ഒരാൾ മറ്റൊരാളെ തള്ളി മാറ്റണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണം. യൂണിവേഴ്സിൽ അറിയപ്പെടുന്ന വളരെ കുറച്ച് ബേസിക് ഫോഴ്സുകളേ ഉള്ളൂ. അതിലിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വഴി ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റിപ്പൾഷനാണ്. അപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒരു റിപ്പൾഷൻ ആണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത് ക്വാണ്ടം സിമ്മട്രിയുടെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണ് എന്നാണ് ചിലർ പറയുന്നത്. അതായത് ഇവിടെ ആരെയും തള്ളാൻ സാധ്യതയില്ല. ഇലക്ട്രോണുകൾ ഒരേപോലെ ഓവർലാപ്പ് ചെയ്യുന്ന അവസ്ഥ പ്രപഞ്ചത്തിൽ അനുവദനീയമല്ലാത്ത ഒരു കോൺഫിഗറേഷനാണ്, അത്രമാത്രം. അതുകൊണ്ട് ഏറ്റവും സത്യസന്ധമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, നമ്മുടെ വിരൽ മേശയിലൂടെ തുളച്ചു കയറാതെ പോകുന്നതിന് ഈ 2 കാര്യങ്ങളുടെയും സ്വാധീനം ഉണ്ടാകാം. ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ചോദ്യം ഇനിയും ചർച്ച ചെയ്ത് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അതൊരു പോരായ്മയല്ല, സയൻസ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇതുവരെ എത്തിയില്ലേ, ഇനി ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെന്നർത്ഥം. ഇനി സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതായത് ഇലക്ട്രോണുകൾക്ക് എല്ലാ സാധ്യമായിട്ടുള്ള സ്ഥലത്തും പോയിരിക്കാൻ പറ്റിയെങ്കിലോ? നമ്മളൊരു ആറ്റത്തെ നോക്കുമ്പോൾ ആ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ കൃത്യമായിട്ടിരിക്കുന്നത് അതിൻ്റെ കോൺഫിഗറേഷൻ കൊണ്ടാണ്. ഏറ്റവും കുറഞ്ഞ എനർജി സ്റ്റേറ്റിലേക്ക് എപ്പോഴും ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകൾ വരാനായിട്ട് ശ്രമിക്കും. സോ ഒരു ഇലക്ട്രോൺ ഒരു സ്റ്റേബിളായിട്ടൊരു സ്ഥലത്ത് ഒരു ആറ്റത്തിൻ്റെ ചുറ്റിലും വന്നിരുന്നാൽ പിന്നെ ആ സ്ഥലം വേറൊരാൾ ഒക്കുപൈ ചെയ്യാത്തത് കൊണ്ടാണ് സാധ്യമായ മറ്റൊരു എനർജി കുറഞ്ഞ സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിന് ചുറ്റുപാടുമുള്ള പ്രോബബിലിറ്റി ക്ലൗഡ്സ് വരുന്ന ആ ഓർബിറ്റലിലേക്ക് നമുക്ക് കാണാൻ പറ്റും, ക്ലൗഡ്സിലേക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ റൂൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എല്ലാ ഇലക്ട്രോണുകളും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് വന്നിരിക്കും. അപ്പോൾ ആറ്റങ്ങളെല്ലാം കൂടെ എങ്ങോട്ട് പോകും? അതെല്ലാം കൂടെ കൊളാപ്സ് ചെയ്യും. അതിന് വ്യക്തമായിട്ടുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുപാടും ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. ഈ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയൊക്കെ സ്ഥാനവും അവരുടെ സ്ഥിരതാ വ്യത്യാസവും ഒക്കെ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് പീരിയോഡിക് ടേബിളിൽ നമുക്ക് പലതരത്തിലുള്ള മൂലകങ്ങളെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ എത്ര എണ്ണം ഉണ്ട്, അത് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു, ന്യൂക്ലിയസിൽ നിന്ന് എത്ര ദൂരെ ഇരിക്കുന്നു, അതിന് ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ വെച്ചാണ് ഓരോ ആറ്റവും പെരുമാറുന്നത്. അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ കെമിസ്ട്രിക്ക് യാതൊരു പ്രസക്തിയില്ല. കെമിസ്ട്രി ഇല്ലെങ്കിൽ പിന്നെ നമ്മളീ പറയുന്ന ജീവനില്ല, DNA ഇല്ല, DNA വെള്ളമായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയില്ല, ജീവൻ ഉണ്ടാകില്ല, പ്രോട്ടീൻ ഉണ്ടാകില്ല. ചുരുക്കത്തിൽ നമ്മളാരും തന്നെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ യൂണിവേഴ്സ് അനുവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ നിലനിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഈ സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്ന നിയമമാണ് ആക്ച്വലി നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ സീറ്റുകൾ നിറയ്ക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഓഫ്-ബാ പ്രിൻസിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു റിസൾട്ടാണ്. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ ഏകദേശം ഒരേ അടിസ്ഥാന ഘടകങ്ങളുടെ വ്യത്യസ്ത വേരിയേഷൻസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. അതുകൊണ്ട് ഓരോ മൂലകങ്ങളും പരസ്പരം വ്യത്യസ്തമായി പെരുമാറാനുള്ള റീസണും ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഡിഫറൻറ്റ് ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ്. ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരേ സ്റ്റേറ്റിൽ നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത എനർജി ലെവലുകളിലാണ് ഇവ ആറ്റത്തിന് ചുറ്റും അടുക്കി വയ്ക്കപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള സീറ്റുകൾ അതിനുണ്ട്. ഇതിനെയാണ് നമ്മൾ പൊതുവെ ഓഫ്-ബാ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.
ഈ ഓഫ് ബാർ പ്രിൻസിപ്പിൾ പോളീസ് എക്സ്ക്ലൂഷൻ നിയമത്തിൻ്റെ ഒരു റിസൾട്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും കടുപ്പമുള്ള പ്രകൃതിദത്ത വസ്തുവായിട്ടുള്ള വജ്രം എടുത്താലും നല്ല മൃദുലമായിട്ടുള്ള ഗ്രാഫൈറ്റ് എടുത്തു കഴിഞ്ഞാലും രണ്ടും കാർബണിൻ്റെ രൂപാന്തരമാണ്. പക്ഷേ ഓഫ് ബാർ പ്രിൻസിപ്പിളിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് ഇലക്ട്രോൺ ബോണ്ടുകൾക്ക് ഡിഫറൻസ് ഉണ്ടാവുന്നതും അതനുസരിച്ചുകൊണ്ട് അവയ്ക്ക് പ്രോപ്പർട്ടി വ്യത്യാസം ഉണ്ടാവുന്ന. ഇപ്പോൾ ഇരുമ്പ് വൈദ്യുതി കടത്തിവിടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെമ്പ് പെരുമാറുന്നതും ചെമ്പിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണം പെരുമാറുന്നതും ഒക്കെ തന്നെ ഓഫ് ബാർ പ്രിൻസിപ്പിൾ മൂലമാണ്. സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റൊരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് റിലേറ്റിവിസ്റ്റിക് എഫക്റ്റുകൾ എന്ന് പറയുന്ന ഒരു കാര്യം സ്വർണത്തിൻ്റെ അകത്തുണ്ട്. മിക്ക ലോഹങ്ങളെയും പോലെ വെള്ളി നിറത്തിൽ കാണപ്പെടാതെ സ്വർണം ഒരു പ്രത്യേക മഞ്ഞ നിറത്തിൽ ഇരിക്കുന്നതിന് അതിൻ്റെ ചില അകത്ത് നടക്കുന്ന അറ്റോമിക് സ്ട്രക്ചറിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്താണെന്ന് മറ്റൊരു എപ്പിസോഡിൽ പറയാം. പക്ഷേ നമ്മളിവിടെ പറയുന്നത് ഈ പറയുന്ന പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഈ ആറ്റത്തിന് ചുറ്റുപാടുമുള്ള ഇലക്ട്രോണുകൾ മറ്റൊരാളുടെ സ്ഥലത്തേക്ക് കടന്നു കയറാത്തതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സൂര്യനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഓരോ നക്ഷത്രങ്ങളും ഇന്ധനം തീർന്നു പോയി നശിച്ചു പോകുമെന്ന് നമുക്കറിയാം. നമ്മുടെ സൂര്യനും ഒരു 10, 400, 500 കോടി വർഷം കഴിയുമ്പോൾ മരണപ്പെടാൻ, അതായത് അതിൻ്റെ ഇന്ധനം തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹൈഡ്രജൻ കൂടിച്ചേർന്ന് ഹീലിയമായി മാറുന്ന പ്രോസസ്സൊക്കെ തീർന്ന് ജീവിതം അവസാനിക്കും. ഒരു നക്ഷത്രത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്. അതായത് ഒരുപാട് പദാർത്ഥം ഉള്ളതുകൊണ്ട് ഗ്രാവിറ്റി ആ നക്ഷത്രത്തെ എപ്പോഴും ഉള്ളിലേക്ക് ഞെരുക്കി ഞെക്കി തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതേസമയം ആ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം അത് പുറത്തേക്കൊരു മർദ്ദം കൊണ്ട് ഈ ഗ്രാവിറ്റിയെ തടഞ്ഞു നിർത്തിയാണ് സ്ഫെറിക്കൽ ഷേപ്പിൽ നിൽക്കുന്നത്. എന്നാൽ ഫ്യൂഷൻ നടക്കാൻ ഇന്ധനം വേണം. ആ ഇന്ധനം എന്നെങ്കിലും തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു ഹൈഡ്രജൻ തീർന്നു പോകുന്ന നിമിഷത്തിൽ ഗ്രാവിറ്റിയെ തടഞ്ഞു വയ്ക്കാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്യൂഷന് കഴിയില്ല. അങ്ങനെ ഗ്രാവിറ്റി ജയിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നക്ഷത്രത്തിൻ്റെ ഉൾഭാഗം തകർന്നു പോകാൻ തുടങ്ങും. ഭൂമിയിൽ നമ്മൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്തത്ര വലിയ ശക്തിയോടെ ആറ്റങ്ങൾ പരസ്പരം ഞെങ്ങി ഞെരുങ്ങാൻ തുടങ്ങും. ഇലക്ട്രോണുകൾ വളരെ 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 അടുത്തേക്ക് വരും. അവയുടെ ന്യൂക്ലിയസുകളുടെ അടുത്തേക്ക് ഇലക്ട്രോണുകൾ പോകും. പക്ഷേ അപ്പോൾ അവിടെ ഒരു അവിശ്വസനീയമായ കാര്യം സംഭവിക്കും. ഇലക്ട്രോണുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ലല്ലോ, അപ്പോൾ അവരെല്ലാവർക്കും ഒരേ സ്റ്റേറ്റിൽ നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ച് പറഞ്ഞല്ലോ. അതിനാൽ തന്നെ ഗ്രാവിറ്റി വീണ്ടും വീണ്ടും ഞെരുക്കുമ്പോൾ ഈ ആറ്റങ്ങൾക്കുള്ളിലെ ന്യൂക്ലിയസിനടുത്തുള്ള സീറ്റുകൾ നിറഞ്ഞതുകൊണ്ട് ഇലക്ട്രോണുകൾ ഉയർന്ന എനർജി സ്റ്റേറ്റിലേക്ക് മാറാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ നിർബന്ധിതമായിട്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്ന ഇലക്ട്രോണുകൾ സ്വന്തമായിട്ട് വലിയൊരു മർദ്ദം നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാവിറ്റി അതിശക്തമായിട്ട് ഞെരുക്കും. ഇങ്ങനെ ഞെരുക്കുമ്പോൾ ആറ്റങ്ങൾ പരസ്പരം അടുത്ത് വരും. ഇലക്ട്രോണുകൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് ഞെരുങ്ങി ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരാനുള്ള ശ്രമം നടത്തും. പക്ഷേ അപ്പോൾ അവിടെ അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കും. ഇലക്ട്രോണുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാതെയാവും. എല്ലാവർക്കും ഒരേ സ്റ്റേറ്റിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നുണ്ടല്ലോ. അതിനാൽ ഗ്രാവിറ്റി വീണ്ടും വീണ്ടും ഇതിനെ ഞെരുക്കുമ്പോൾ താഴത്തെ സീറ്റുകളെല്ലാം നിറഞ്ഞതുകൊണ്ട് ആറ്റങ്ങൾക്കുള്ളിലെ ഇലക്ട്രോണുകൾ കൂടുതൽ എനർജി കൂടിയ സ്റ്റേറ്റിലേക്ക് മാറി നിൽക്കും. ഇങ്ങനെ നിർബന്ധിതമായി ഉയർന്ന എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്ന അവസ്ഥ സ്വന്തമായി പുറത്തേക്കൊരു മർദ്ദം സൃഷ്ടിക്കും ഗ്രാവിറ്റി ഒപ്പോസ് ചെയ്യാൻ. സയൻറ്റിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ. ഇതിന് ചൂടുമായിട്ടോ ഫ്യൂഷനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇത് പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞ ആ ക്വാണ്ടം മെക്കാനിക്കൽ റൂളാണ്. ഇലക്ട്രോണുകൾ ഒരേ ക്വാണ്ടം സ്റ്റേറ്റുകൾ പങ്കിടാൻ പാടില്ല എന്ന നിയമം കൊണ്ട് മാത്രമാണ് പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ കത്തിത്തീരുമ്പോൾ ചില നക്ഷത്രങ്ങൾ ഈ പ്രഷറിലൂടെ പിന്നീട് വളരെയധികം ഡെൻസിറ്റിയുള്ള വൈറ്റ് ഡ്വാർസ് എന്നറിയപ്പെടുന്ന വസ്തുവായി മാറുന്നത്. ഇന്ധനമില്ല, ഫ്യൂഷൻ നടക്കുന്നില്ല, ഗ്രാവിറ്റിക്കെതിരെ പിടിച്ചു നിൽക്കുന്നത് നക്ഷത്രത്തിൻ്റെ ആ ഒരു തടയാനുള്ള ശേഷി കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ മേശപ്പുറത്ത് കൈവയ്ക്കുമ്പോൾ എന്തുകൊണ്ട് മേശയിലൂടെ നമ്മുടെ വിരൽ കടന്നു പോകുന്നില്ല എന്ന അതേ നിയമം തന്നെയാണ് നക്ഷത്രത്തെയും അങ്ങനെ കുറേ കാലം താങ്ങി നിർത്തുന്നത്. പക്ഷേ ഇവിടെ എനിക്കൊരു കഥ പറയേണ്ടതായിട്ടുണ്ട്. 1930 സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ എന്ന് പറയുന്ന 19 വയസ്സുള്ളൊരു ഇന്ത്യക്കാരനായിട്ടുള്ള ഫിസിക്സ് വിദ്യാർത്ഥി ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിൽ തൻ്റെ ഉപരിപഠനം തുടങ്ങാനായിട്ട് അന്നത്തെ മദ്രാസിൽ നിന്നും കപ്പൽ കയറി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കമ്പ്യൂട്ടറൊന്നും ഉണ്ടായിരുന്നില്ല, കൂടെ റിസർച്ച് ചെയ്യാൻ യാതൊരു ടീമും ഉണ്ടായിരുന്നില്ല, തെറ്റുകൾ തിരുത്താൻ ഒരു ഗൈഡ് പോലുമില്ല. കുറേ പുസ്തകങ്ങൾ, ഒരു നോട്ട് ബുക്ക്, പിന്നെ കടലിലൂടെ കുറേ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഏകാന്തമായ യാത്ര. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സമ്പാദ്യം. ആ യാത്രക്കിടയിൽ എപ്പോഴോ ആരും കൃത്യമായി ഉത്തരം കണ്ടെത്തിയിട്ടില്ലാത്തൊരു ചോദ്യം അദ്ദേഹം സ്വയം ചോദിക്കാൻ തുടങ്ങി. ഒരു വൈറ്റ് ഡ്വാർഫ് നക്ഷത്രത്തിന് എത്രത്തോളം വലുതാകാം എന്നതിന് എന്തെങ്കിലും ഒരു പരിധിയുണ്ടോ? ആ കാലത്ത് ഫിസിക്സിൽ പൊതുവെയുള്ള വിശ്വാസം വൈറ്റ് ഡ്വാർഫ്സ് എന്ന് പറയുന്ന ആ ഒരു രൂപം, നക്ഷത്രത്തിൻ്റെ അന്ത്യം ഏത് മാസത്തിലും നിലനിൽക്കാൻ കഴിയുമെന്നായിരുന്നു. ഒരു നക്ഷത്രം എത്ര ഭാരമുള്ളതാണെങ്കിലും ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ ഗ്രാവിറ്റിക്കെതിരെ ആ നക്ഷത്രത്തെ എപ്പോഴും ഇങ്ങനെ താങ്ങി നിർത്തുമെന്നാണ് ശാസ്ത്രലോകം വിചാരിച്ചു വെച്ചിരുന്നത്.
ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിൻ്റെ ക്വാണ്ടം മെക്കാനിക്സിനെ അദ്ദേഹം ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കാരണം ഒരു വൈറ്റ് ഡ്വാർഫിനുള്ളിലെ അതിഭയങ്കരമായിട്ടുള്ള ഡെൻസിറ്റിയിൽ ഇലക്ട്രോണുകൾക്ക് പ്രകാശ വേഗതയുടെ അടുത്ത വേഗത്തിൽ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. ആ വേഗതയിൽ റിലേറ്റിവിറ്റിയുടെ മാത്തമാറ്റിക്സും മൊത്തം തെറ്റും. തൻ്റെ 20ാമത്തെ ജന്മദിനത്തിന് മുമ്പ് ആ കപ്പലിലിരുന്ന് അദ്ദേഹം ആ വലിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ പൂർത്തിയാക്കിയപ്പോൾ വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് കണ്ടെത്തിയത്. അതിനൊരു പരിധിയുണ്ട്, കൃത്യമായിട്ടുള്ളൊരു ബോർഡറുണ്ട്. നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ ഏകദേശം 1.4 ഇരട്ടിക്ക് മുകളിലേക്ക് മാസുള്ളൊരു നക്ഷത്രമാണെങ്കിൽ അതിന് ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിലൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്ത് സംഭവിച്ചാലും ശരി, ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഗ്രാവിറ്റി വിജയിക്കും. ആ സംഖ്യ, അതായത് 1.4 സോളാർ മാസിനെയാണ് നമ്മൾ ഇന്ന് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ എത്തുകയും 1935 ജനുവരിയിൽ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ഒരു മീറ്റിങ്ങിൽ പോയി കണ്ടെത്തൽ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ച അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ ഒരു അപമാനം ഉണ്ടായി. അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ആസ്ട്രോഫിസിസ്റ്റ് ആയിരുന്ന ആർതർ എഡിങ്ടണ് ചന്ദ്രശേഖരൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് നിന്ന് കളിയാക്കുകയും പറഞ്ഞത് മുഴുവൻ വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയൊക്കെ ചെയ്തു. ഒരു നക്ഷത്രം പൂർണ്ണമായും തകർന്ന് ഇല്ലാതാകുന്ന അവസ്ഥയെ തടയാൻ നേച്ചറിൽ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാകുമെന്നും അല്ലാതെ ഈ പറയുന്നതെല്ലാം പൊട്ടത്തരമാണെന്ന് എഡിങ്ടൺ വാദിച്ചു. ചന്ദ്രശേഖർ തകർന്നുപോയി. മുതിർന്ന പല സയൻറ്റിസ്റ്റുകൾക്കും, ഉദാഹരണത്തിന് അവിടെ തന്നെ ഉണ്ടായിരുന്ന വുൾഫ്ഗാങ് പോളി ഉൾപ്പെടെയുള്ള പല സയൻറ്റിസ്റ്റുകൾക്കും ചന്ദ്രശേഖർ പറഞ്ഞത് ശരിയാണെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ എഡിങ്ടൺ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായിരുന്ന ആ സ്വാധീനം കാരണം അദ്ദേഹത്തെ പരസ്യമായിട്ട് എതിർക്കാൻ ആരും തയ്യാറായില്ല. പിന്നീട് ചന്ദ്രശേഖർ ഇംഗ്ലണ്ട് വിടുകയും ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുകയും അവിടെ ചെലവഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ചരിത്രത്തിൽ ചന്ദ്രശേഖർ ഒരു ഹീറോ ആണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അല്ലാതെ മറ്റു ചിലരും ഇത് കണ്ടെത്താനായിട്ട് ശ്രമിച്ചിരുന്നു. എഡ്മണ്ട് സ്റ്റോണർ, വിൽഹം ആൻഡേഴ്സൺ അങ്ങനെയുള്ള ഫിസിസിസ്റ്റുകളും ഇതേ കാലയളവിൽ സ്വതന്ത്രമായിട്ട് വൈറ്റ് ഡ്വാർഫുകളുടെ മാസ് ലിമിറ്റിനെ കുറിച്ച് സമാനമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളതായിട്ട് നമ്മൾ രേഖകൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ചന്ദ്രശേഖർ മാത്രമായിട്ടാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് അത് ഭയങ്കര അംഗീകരിക്കേണ്ടതാണ്. എന്തായാലും ചന്ദ്രശേഖർ കണ്ടുപിടിച്ച ആ കാര്യം ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം 1983 എഡിങ്ടൺ വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞ അതേ കാര്യം കറക്റ്റാണെന്ന് എല്ലാവരും കണ്ടെത്തി അംഗീകരിച്ചിട്ട് അദ്ദേഹത്തിന് നൊബൽ സമ്മാനം കിട്ടി, ഫിസിക്സിനുള്ള നൊബൽ സമ്മാനം കിട്ടി. അപ്പോൾ ചന്ദ്രശേഖർ ലിമിറ്റിന് മുകളിലുള്ള മാസുള്ള നക്ഷത്രത്തിന് എന്താ സംഭവിക്കുക? അവിടെ ഇലക്ട്രോൺ ഡീജനറസി പ്രഷറിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഗ്രാവിറ്റി വീണ്ടും വീണ്ടും അതിനെ ഇങ്ങനെ ഞെരുക്കും. അപ്പോൾ അസാധാരണമായൊരു കാര്യം സംഭവിക്കും. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അതിഭയങ്കരമായ ശക്തിയോടെ പരസ്പരം ഇടിച്ചു ചേർന്ന് ന്യൂട്രോണുകളായി മാറും. അതെ, സാധാരണ നമ്മൾ റേഡിയേഷനൊക്കെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ന്യൂട്രോണുകൾ സ്പ്ലിറ്റ് ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് മാറുന്നത് നമ്മൾ നിരീക്ഷിച്ചിട്ടുള്ള നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ റിവേഴ്സ് പ്രോപ്പർട്ടി നടക്കും. അങ്ങനെ അതിനകത്തുള്ള എല്ലാ പദാർത്ഥവും ചേർന്ന് അതൊരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും. 1 ടീസ്പൂൺ ന്യൂട്രോൺ സ്റ്റാർ പദാർത്ഥം എടുത്ത് അതുകൊണ്ടാണ് കോടിക്കണക്കിന് ടൺ ഭാരം വരുന്ന അത്രയും ഡെൻസിറ്റി ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും പ്രകൃതിയുടെ മനോഹാരിത നമുക്ക് കാണാം. അതേ ക്വാണ്ടം നിയമം തന്നെ ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ മറ്റൊരു കണികയിലാണെന്ന് മാത്രം. ഇലക്ട്രോണുകളെ പോലെ തന്നെ ന്യൂട്രോണുകൾക്കും ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ നിൽക്കാൻ കഴിയില്ല. അതിനാൽ ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ പരാജയപ്പെട്ട സ്ഥലത്ത് ന്യൂട്രോൺ ഡീജനറസി പ്രഷർ എന്ന് പറയുന്ന കാര്യം വരും. വീണ്ടും പൂർണ്ണമായും ക്വാണ്ടം മെക്കാനിക്സ് അടിസ്ഥാനമായിട്ടുള്ള പ്രഷർ ഗ്രാവിറ്റിയുടെ ഞെരുക്കത്തിനെതിരെ ആ നക്ഷത്രത്തെ കുറേ നാളത്തേക്ക് താങ്ങി നിർത്തും. എന്നാൽ സയൻസിൽ നമുക്കിത് പൂർണ്ണമായിട്ടും അറിയില്ല എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ന്യൂട്രോൺ സ്റ്റാറുകൾക്കും ഒരു പരമാവധി മാസുണ്ട്. ഇതിനെയാണ് ടോൾമാൻ ഓപ്പൺഹൈമർ വോൾക്കോഫ് ലിമിറ്റ് അഥവാ TOV ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ഭൗതികശാസ്ത്ര ഗവേഷകർക്കിടയിൽ വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന ചന്ദ്രശേഖർ ലിമിറ്റിൽ നിന്ന് വ്യത്യസ്തമായി TOV ലിമിറ്റ് എന്താണെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് ആർക്കും അറിയില്ല. 1939 നടന്ന കാൽക്കുലേഷൻസിൽ ഇത് 0.7 സോളാർ മാസ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് നടന്ന പഠനങ്ങളിൽ 1.5 മുതൽ 3 സോളാർ മാസ് വരെ ഇതാകാമെന്നുള്ള കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. അതികഠിനമായിട്ടുള്ള സാന്ദ്രതയിൽ ന്യൂട്രോണുകൾ പരസ്പരം എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇതിരിക്കുക. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അവസാന വാക്കായിട്ടുള്ളൊരു മോഡൽ ഈ ഒരു ഫീൽഡിൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കൃത്യമായിട്ടുള്ള സംഖ്യ മനസ്സിലാക്കി കഴിഞ്ഞാൽ ന്യൂട്രോൺ സ്റ്റാർ ഉണ്ടാകാതെ ഒരു നക്ഷത്രം ബ്ലാക്ക് ഹോളായിട്ട് മാറാനുള്ള സാധ്യതകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു മേഖലയിലുണ്ടായ യഥാർത്ഥ മുന്നേറ്റം എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥലത്തു നിന്നാണ്, അതായത് ഗ്രാവിറ്റേഷണൽ വേവ്സ്. 2017 2 ന്യൂട്രോൺ സ്റ്റാർസുകൾ പരസ്പരം കൂട്ടിയിടിച്ചപ്പോഴുണ്ടായ ഗ്രാവിറ്റേഷണൽ വേവ്സ് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി. ഈ സംഭവത്തെ GW170817 എന്ന് വിളിക്കുന്നു. ആ കൂട്ടിയിടിയിൽ നിന്നുള്ള വിവരങ്ങളും അതിനുശേഷം വന്ന പ്രകാശവും ഉപയോഗിച്ച് പഠിച്ചപ്പോൾ ഗവേഷകർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടി.
ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ പരമാവധി മാസ് 2.17 സോളാർ മാസ് ആകാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്ററൊന്നുമല്ല. ഇന്നും ഇതിൽ പഠനം നടക്കുന്നുണ്ട്. സോ ഈ ലിമിറ്റ് കൃത്യമായി കണ്ടെത്താനായിട്ട് നമ്മൾ ഡാറ്റ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ലിമിറ്റ് കണ്ടെത്തിയെന്ന് വിചാരിക്കുക. ഈ പറയുന്ന TOV ലിമിറ്റിന് മുകളിലേക്ക് പോയാൽ പിന്നെ അവിടെ യാതൊന്നുമില്ല. ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ ഇല്ല, ന്യൂട്രോൺ ഡീജനറസി പ്രഷർ ഇല്ല, ഗ്രാവിറ്റിയെ തടഞ്ഞു നിർത്താൻ ഫിസിക്സിൽ അറിയപ്പെടുന്ന മറ്റൊരു ശക്തിയുമില്ല. ആ നക്ഷത്രം പൂർണ്ണമായിട്ടും തകരുന്നു. പ്രപഞ്ചം കെട്ടിപ്പടുത്ത എല്ലാ ക്വാണ്ടം ഡിഫൻസുകളെയും നമ്മൾ മേശയിൽ തൊടുന്നതിൽ നിന്ന് നമ്മുടെ വിരലിനെ തടഞ്ഞു നിർത്തുന്ന ആ എല്ലാ പ്രതിരോധത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ അവശേഷിക്കുന്നത് ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്ന അവസ്ഥയാണ്. ആ ഗ്രാവിറ്റി എല്ലാത്തിനെയും ഇടിച്ചു ചേർത്ത് അവിടെ ഒരു ബ്ലാക്ക് ഹോളിനെ രൂപീകരിക്കും. നമുക്കിതുവരെ ഫിസിക്സിൻ്റെ നിയമങ്ങൾ കൊണ്ട് പറയാൻ കഴിയാത്ത എന്നാൽ യാഥാർത്ഥ്യമായിട്ടുള്ള ബ്ലാക്ക് ഹോൾ, ഗ്രാവിറ്റി പൂർണ്ണമായും വിജയിച്ച യൂണിവേഴ്സിലെ ഒരു പ്രദേശം. അവിടെ നിന്ന് പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയില്ല. സോ നിങ്ങൾ ആലോചിച്ചേ, കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഈ വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വിരൽ മേശയിൽ തൊടുന്നതിൽ നിന്ന് തടഞ്ഞ അതേ നിയമം തന്നെയാണ് സാധ്യമായ എത്രയും കാലം ബ്ലാക്ക് ഹോൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലിയ വലിയ നക്ഷത്രങ്ങളെ ഹെൽപ്പ് ചെയ്തത്. നമ്മുടെ വിരൽത്തുമ്പിലെ അറ്റോമിക് സ്കെയിലിൽ അത് ചെറുത്ത് നിന്നു. പക്ഷേ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നക്ഷത്രത്തിൻ്റെ സ്കെയിലിൽ അത് ഒരു പരിധിവരെ ചെറുത്ത് നിന്നു. പക്ഷേ ഏറ്റവും അവസാനം അത്രത്തോളം മാസുള്ളൊരു സ്റ്റാർ ആണെങ്കിൽ ഇതിനെല്ലാം ഭേദിക്കുന്ന തക്കവണ്ണം ഉയർന്ന മാസ് കാരണം ഗ്രാവിറ്റി വിജയിക്കുകയും അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത പ്രോപ്പർട്ടീസ് ഉയർന്നു വരികയും ചെയ്തു. അതായത് നമ്മുടെ ഈ കുഞ്ഞു ലോകത്ത് നമ്മളൊരു ദിവസം ചെയ്യുന്ന ഒരു കാര്യത്തെ പഠിച്ചു പോവുകയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസിനെ വിശദീകരിക്കാൻ കഴിയുന്ന റൂൾസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം കെട്ടുപണഞ്ഞ് കിടക്കുന്നത് ആത്യന്തികമായി പ്രപഞ്ച പഠനത്തിലേക്കും ബ്ലാക്ക് ഹോളിലേക്കും ഒക്കെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിറ്റിയും ഒക്കെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും നമുക്ക് എത്രത്തോളം അതിനെ കണക്ട് ചെയ്യാമെന്നും അതിലൂടെ യൂണിവേഴ്സിൻ്റെ റൂൾസിനെ നമ്മളിങ്ങനെ കെട്ടിപ്പടുത്ത് കൊണ്ടുപോകാമെന്നും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തുവിൽ പിടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ ആ വസ്തു പിടിക്കാനായിട്ട് സഹായിച്ച അതേ നിയമം കൊണ്ടാണ് സൂര്യനേക്കാളും വലിപ്പമുള്ള നക്ഷത്രങ്ങളെ പോലും പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന റൂൾസായിട്ടത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു പരിധിയിലധികം വലിപ്പമുള്ള വലിയ സ്റ്റാർസിന് അതിൻ്റെ ജീവിത കാലയളവ് കഴിയുമ്പോൾ ഈ നിയമങ്ങളെ ഒന്നും ബാധകമല്ലാത്തൊരു ലോകത്തേക്ക് പോകും. ആ ലോകത്തെക്കുറിച്ച് നമുക്കിപ്പോഴും അറിയില്ല. എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാത്തതും സിംഗുലാരിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ കഴിയാത്തതും ഈ റിലേറ്റിവിറ്റിയെയും ക്വാണ്ടം മെക്കാനിക്സിനെയും കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ കഴിയുന്ന ഈ ഒരു ഇലക്ട്രോൺ ഡീജനറസി പ്രഷറും ന്യൂട്രോൺ ഡീജനറസി പ്രഷറും കടന്നു വരുന്ന ആ ഒരു ആത്യന്തികമായിട്ടുള്ള ആ ഒരു ഈവൻറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാത്തത് കൊണ്ടാണ്. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും കണ്ടെത്തലുകൾ നടക്കേണ്ടതായിട്ടുണ്ട്. സോ എന്ത് കാര്യത്തെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്ന് പഠിച്ച് പോയി മനസ്സിലാക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിലും ബ്ലോഗിലും ഒക്കെ ഉണ്ടാവും. courses.jrstudioedu.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ചില കോഴ്സുകളുണ്ട്. മാത്രമല്ല ഈ വീഡിയോയുടെ ഫർദർ റീഡിങ്ങിനായിട്ടുള്ളൊരു ഫ്രീ PDF ഞാൻ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോഗിൻ ചെയ്ത് അത് ഉപയോഗപ്പെടുത്തുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ബൈ.